ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. മുഖമറിയും മാനുഷ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ. നിൻ ദുഃഖമറിയും മാനുഷ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല, ആനന്ദം നേടാതടങ്ങുകില്ല. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. നിൻ ദിവ്യപാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം. നിൻ ദിവ്യപാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും, പരസ്പര സ്നേഹം നുകരും. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 56:10, 56:12. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും, ഞാൻ യഹോവയിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും, ഞാൻ യഹോവയിൽ അവൻ്റെ വചനത്തെ പുകഴും. 12-ാം വാക്യം. ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടംപെട്ടിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ദാവീദ് ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. ദാവീദ് ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. ആടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് നിത്യനായ ദൈവം വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്ത് രാജകീയ കിരീടം ചൂടിച്ച് രാജകീയ സിംഹാസനത്തിൽ ഇരുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയ ദൈവത്തിൻ്റെ അരുമ മകനാണ് ദാവീദ്. ദാവീദ് മനുഷ്യരെല്ലാം തള്ളിയപ്പോഴും
ദൈവം തെരഞ്ഞെടുത്ത് രാജസ്ഥാനത്ത് ഇരുത്തുകയും രാജകീയ പദവികൾ നൽകുകയും രാജകീയ ചെങ്കോൽ ഭരമേൽപ്പിക്കുകയും രാജകീയ സിംഹാസനത്തിൽ ഇരുത്തി ബഹുജനത്തെ ഭരിക്കുവാനുള്ള നൽവരം ഭരമേൽപ്പിക്കുകയും ചെയ്യുവാൻ ദൈവം പ്രസാദിച്ച ദൈവദാസനാണ്. ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തു. ദാവീദിൻ്റെ സെലക്ഷൻ. ദാവീദ് ദൈവസന്നിധിയിലെ ചില തീരുമാനങ്ങൾ എടുത്തു. ദാവീദിൻ്റെ ഡിസിഷൻ. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് ദാവീദിൻ്റെ ഡിസിഷനെ കുറിച്ചാണ്. എന്താണ് ദാവീദിൻ്റെ ഡിസിഷൻ? 55-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ നാം വായിച്ചു, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെന്നുള്ള തീരുമാനമാണ് ദാവീദ് എടുത്തത്. ദൈവസന്നിധിയിൽ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുമെന്ന് ദാവീദ് തീരുമാനിച്ചു. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ദാവീദ് ആ പ്രാർത്ഥനയുടെ വിശാലമായ അർത്ഥത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്ന് പേർത്തും തീരുമാനങ്ങൾ പുതുക്കുകയാണ്. 56-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ദൈവമേ, ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്തുകൊണ്ട് ദാവീദ് പ്രാർത്ഥനയിൽ നിരതനായിരിക്കുമെന്ന് ദൈവത്തോട് ഉടമ്പടി ചെയ്യുകയാണ്. 56-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത്, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. തിരുവചനത്തെ ഞാൻ പ്രസിദ്ധമാക്കും. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ യഹോവയിൽ അവൻ്റെ വചനത്തെ പുകഴും. ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ ആശ്രയിക്കും. ദൈവത്തിൻ്റെ വചനപ്രകാരം ഞാൻ ജീവിക്കും. ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ ആദരിക്കും. ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ മാനിക്കും. ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ ഉൾക്കൊള്ളും. ദൈവത്തിൻ്റെ വചനം ഞാൻ സ്വീകരിച്ചനുസരിച്ച് വചനം ഞാൻ പാലിക്കും എന്ന് ദാവീദ് തീരുമാനമെടുക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്ന ദൈവദാസൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുമെന്ന് മാത്രമല്ല, പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഹൃദയം പകരുകയും ചെയ്യും. 119-ാം സങ്കീർത്തനം 62-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞു, നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. ഡിസിഷനാണ്. ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കും. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. ഒരു ദൈവദാസി എന്നോട് പറഞ്ഞു, രാത്രി ഞാൻ എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാനിരുന്ന് കരയാറുണ്ട്, ഞാനിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്ന്. എല്ലാവരും ഉറങ്ങുമ്പോൾ നിശബ്ദതയിൽ ശാന്തതയിൽ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അനുഗ്രഹം ദൈവം തരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന്. നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും എന്ന് രാജാവായ ദാവീദ് പറയുകയാണ്. ദാവീദ് ആടുകൾ പുറകെ നടക്കുമ്പോഴല്ല ഇത് പറയുന്നത്. ദാവീദ് ആടുകളെ നോക്കിക്കൊണ്ട് ബേത്ലഹേം മലനിരകളിലൂടെ യാത്ര ചെയ്യുമ്പോഴല്ല ഇത് പറയുന്നത്. ദാവീദ് ആടുകളെ കാത്തുകൊണ്ട് ആട്ടിൻതൊഴുത്തിൻ്റെ വാതിൽക്കൽ കിടക്കുമ്പോഴുമല്ല ഇത് പറയുന്നത്. കൊട്ടാരത്തിൽ സപ്രപഞ്ച കട്ടിലിൽ നല്ല സൗകര്യപ്രദമായി സുഖലോലുപമായി നല്ല ആഡംബരത്തിൻ്റെ വിഭൂതിയോടുകൂടി നല്ല പ്രൗഢിയോടുകൂടി കഴിയുന്ന കാലത്താണ് ദാവീദ് പറയുന്നത്, ദൈവമേ, നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴുമെന്ന് പറഞ്ഞ ദാവീദ് വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ ന്യായവിധികൾ ഹേതുവായി, നിന്റെ ന്യായപ്രമാണം ഹേതുവായി, നിന്റെ വചനം ഹേതുവായി, കർത്താവേ, നിന്റെ വചനം എനിക്ക് പ്രമോദമായതുകൊണ്ട് ഞാൻ രാത്രിയിൽ എഴുന്നേറ്റ് നിനക്ക് ഞാൻ സ്തോത്രം ചെയ്യും. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. ദൈവജനമേ, ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനം നമ്മുടെ ഹൃദയത്തിലും ചില തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതിനും വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനും
മുഖാന്തരമായിരുന്നെങ്കിൽ നന്നായിരുന്നു. 119 സങ്കീർത്തനം 147 വാക്യത്തിൽ ദാവീദ് പിന്നെയും പറയുന്നു. ദാവീദ് പറയുകയാണ്, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും, ഞാൻ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. സാക്ഷ്യങ്ങളെ പ്രമാണിക്കുകയും വചനത്തിൽ പ്രത്യാശ വയ്ക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുന്ന ദൈവപുരുഷൻ പറയുകയാണ്, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും, ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, വൈകുന്നേരത്ത് പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, കാലത്ത് പ്രാർത്ഥിക്കും, അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് സ്തോത്രം ചെയ്യും, ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ദാവീദ് നിരന്തരം ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്, ദൈവത്തിൻ്റെ മനസ്സിനൊത്ത പുരുഷനെന്ന്, ദൈവം തനിക്ക് ബോധിച്ച പുരുഷനായി ദാവീദിനെ കണ്ടെത്തിയെന്നെല്ലാം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ സാക്ഷ്യം ലഭിക്കുന്നതിന് കാരണം എന്താണ്? നിരന്തരം ദൈവത്തോട് പ്രാർത്ഥനയിൽ ബന്ധം പുലർത്തി. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥനാ ജീവിതമുണ്ടോ? ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവസന്നിധിയിൽ ഇരുന്ന് വിതുമ്പി കരഞ്ഞുകൊണ്ട്, പാപങ്ങൾ എണ്ണി ഏറ്റു പറഞ്ഞുകൊണ്ട്, ദൈവം തന്ന കൃപകളോർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവം തന്ന അനുഗ്രഹങ്ങളോർത്ത് ദൈവത്തെ വാഴ്ത്തിപ്പാടിക്കൊണ്ട്, ദൈവത്തിന് സ്തോത്രം കരയേറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ നാം ഇരിക്കാറുണ്ടോ? ഒരു പരിശുദ്ധനായ ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞു തന്നു, മുട്ട് പൊട്ടട്ടെ എന്ന്. ആ പരിശുദ്ധനായ ധന്യനായ ദൈവപുരുഷൻ അങ്ങനെ പറഞ്ഞു തരാൻ കാരണം, മുട്ട് പൊട്ടുമാറ് എത്ര തളർച്ച തോന്നിയാലും മടുക്കാതെ മുട്ടിന്മേലിരുന്ന് പോരാടുക എന്ന്, മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതം. ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ദാനിയേലിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ദാനിയേൽ ദിവസം 3 പ്രാവശ്യം പതിവ് പോലെ പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ ജാഗരണത്തോടെ, പ്രാർത്ഥനയോടെ യെരൂശലേമിന് നേരെ കിളിവാതിലുകൾ തുറന്നിട്ടുകൊണ്ട് തന്നെ ദാനിയേൽ പ്രാർത്ഥിച്ചുവെന്ന്. ദാനിയേൽ പ്രാർത്ഥനാ സമയം മുടക്കിയില്ല. ഏറ്റവും ചുമതലയുള്ള ഒരു വലിയ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴാണ് ദാനിയേൽ അങ്ങനെ ചെയ്തത്. ദാനിയേൽ ഒരു പാവപ്പെട്ട അടിമ യുവാവായി കഴിയുമ്പോഴല്ല, 120 സംസ്ഥാനമുള്ള പേർഷ്യൻ സാമ്രാജ്യത്തെ 3 പ്രസിഡന്റന്മാരിൽ ഒന്നാമനായി പ്രശോഭിക്കുന്ന കാലയളവിലാണ് വളരെ വിശാലമായ, വളരെ സുപ്രശസ്തമായ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും മികവേറിയ പ്രസിഡന്റായി ഔദ്യോഗിക പദവിയിൽ വിരാജിക്കുമ്പോഴാണ് ദാനിയേൽ അപ്രകാരം 3 പ്രാവശ്യം മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നത്, സമയം തെറ്റാതെ പ്രാർത്ഥിക്കുന്നത്. ജോലി തിരക്കില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്നെ ഞാനാക്കിയ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ സാധ്യമല്ലെന്ന് ദാനിയേലിന് അറിയാമായിരുന്നു. തിരക്കില്ലാഞ്ഞിട്ടല്ല, ബദ്ധപ്പാടുകളില്ലാഞ്ഞിട്ടല്ല, ഔദ്യോഗികമായ പദവിയുടെ ഗൗരവമേറിയ ചുമതലകൾ ഏറ്റെടുക്കാഞ്ഞിട്ടുമല്ല. പക്ഷേ ദാനിയേലിന് പ്രാർത്ഥിക്കണമെന്നുള്ളത് ദാനിയേലിൻ്റെ ആവശ്യമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അടിമ യുവാവിനെ പിടിച്ചുയർത്തിയ ദൈവസ്നേഹം അനുഭവിച്ചു എന്ന പരമസത്യം. ദൈവമക്കളെ, ഞാൻ ഈ സമയത്ത് നിങ്ങളോട് വിനയപൂർവ്വം പറയട്ടെ, നിങ്ങളെ ഉയർത്തിയ ദൈവത്തെ നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് ആയുസ് തന്ന ദൈവത്തെ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ രോഗം മാറ്റിയ ദൈവത്തെ നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്ന ദൈവത്തെ നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് സമാധാനം തന്ന ദൈവത്തെ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ കുരുക്കുകൾ അഴിച്ചു മാറ്റിയ ദൈവത്തെ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ താഴ്ചയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിച്ച ദൈവത്തെ നിങ്ങൾ മറക്കരുത്. ആഴമുള്ള കുഴിയിൽ നിന്നും കൊഴുഞ്ചേറ്റിൽ നിന്നും നിങ്ങളെ കരയ്ക്ക് കയറ്റിയ ദൈവത്തെ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ കൊഴുഞ്ചേറ്റിലും ആഴമുള്ള കുഴിയിലും താണു പോയിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ വലിച്ചു കയറ്റുക മാത്രമല്ല, നിങ്ങളെ പാറമേൽ നിർത്തുകയും ഗമനത്തെ സ്ഥിരമാക്കുകയും ചെയ്ത് നിങ്ങളുടെ നാവിൽ പുതിയ പാട്ട് തന്ന ദൈവത്തെ നിങ്ങൾ മറക്കരുത്. ദൈവത്തെ നിങ്ങൾ സ്തോത്രം ചെയ്യണം. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ദാവീദ് പറഞ്ഞു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? എന്തോ ഒരു നന്ദി. ആ ഹൃദയത്തിൽ നിറഞ്ഞ സ്തോത്രമാണ്, ആ ഹൃദയത്തിൽ നിറഞ്ഞ നന്ദിയാണ്. സ്നേഹിതരെ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രിയപുരുഷനാകാൻ ആഗ്രഹമുണ്ടോ? ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ?
ദൈവത്തിന് ബോധിച്ച പുരുഷനായി ഈ ലോകത്ത് ജീവിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്, ധാരാളം പേര് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയാം, വളരെ പേര് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് ബോധിച്ച പുരുഷനാകുക, എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകുക. എൻ്റെ ദൈവമേ, എന്തൊരു ഭാഗ്യം! ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എനിക്ക് ബോധിച്ച പുരുഷൻ. അതിനെന്ത് വേണമെന്നോ? അതിനൊരേ ഒരു വ്യവസ്ഥ മാത്രം. എന്താണ് വേണ്ടത്? നന്ദിയുള്ള ഹൃദയം, ദൈവത്തോട് സ്നേഹമുള്ള ഹൃദയം, എന്നെ സ്നേഹിച്ച സ്നേഹം തിരിച്ചറിയുന്ന ഹൃദയം, അർഹതയില്ലാത്തവനെ സ്നേഹിപ്പാൻ തിരുമനസ്സായ കൃപയെ കാണുന്ന ആ നിർമ്മലമായ ഹൃദയം, ഒരു യോഗ്യതയുമില്ലാത്തവനെ വിളിച്ച് ഉയർത്തി പൊക്കിയെടുത്ത സ്നേഹത്തെ തിരിച്ചറിയുന്ന ആ വെളിവിൻ്റെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ സുബോധമുണ്ടോ? ഇന്ന് നിങ്ങളെ അനുഭവിക്കുന്ന സമാധാനത്തിൻ്റെ ഉത്തരവാദി ആരാണ്? മകനെ, നിന്റെ കഴിവല്ല. മകളെ, നിന്റെ പ്രാപ്തിയല്ല. നിന്റെ ഭർത്താവിൻ്റെ യോഗ്യതയല്ല. മകനെ, നിന്റെ ഭാര്യയുടെയോ മക്കളുടെയോ കഴിവല്ല. ഉയരത്തിലെ ദൈവം നിന്നെ കാത്തതുകൊണ്ട്, നിത്യനായ ദൈവം നിന്നെ വിളിച്ചതുകൊണ്ട്, സർവ്വവല്ലഭന്റെ കരം നിന്നെ പിടിച്ചതുകൊണ്ട്, ആഴമുള്ള കുഴിയിൽ നിന്നും കുളം ചേറ്റിൽ നിന്നെ കരയേറ്റുവാൻ അവന് തീരുമാനമായതുകൊണ്ട്, ഇന്ന് നിനക്ക് എന്തെല്ലാം നന്മകളുണ്ടോ ഒക്കെ ഉടയ തമ്പുരാൻ തന്നതാണ്, ദൈവം തന്നതാണ്. ദൈവത്തിന് സ്തോത്രം. പാട്ടുകാരൻ പാടി, തന്നതല്ലാതില്ല ഒന്നും എനിക്കിന്ന്, തന്നതല്ലാതില്ല കർത്താവേ നീ തന്നതേ ഉള്ളൂ. വേറൊരു പാട്ടുകാരൻ പാടി, നിന്നതല്ല നിർത്തിയതാണ്, നിന്നതല്ല നിർത്തിയതാണ്. പ്രിയപ്പെട്ടവരെ, നാം ആരും നിന്നില്ല, ഉടയമ്പരാൻ നിർത്തിയതുകൊണ്ട് നിന്നു. നാം ആരും നടന്നില്ല, അവിടെ നിന്ന് എടുത്തതുകൊണ്ട് നാം യാത്ര ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് ഒക്കത്തെടുത്തതുകൊണ്ട്, തള്ളയാടുകളെ നടത്തിയും കുഞ്ഞാടുകളെ തോളിലേറ്റിയും കൊണ്ടുപോകുന്ന നല്ല ഇടയൻ്റെ കരം നമ്മെ പിടിച്ചതുകൊണ്ട് നാം നടന്നിത്രം എത്തി. ദൈവത്തിന് സ്തോത്രം. തള്ളയാടുകളെ നടത്തിയും കുഞ്ഞാടുകളെ തോളിലേറ്റിയും കൊണ്ടുപോകുന്ന നല്ല ഇടയൻ്റെ മുറിഞ്ഞ കരം നമ്മളെ പിടിച്ചത് കൊണ്ട് മാത്രം നാം ഇത്ര എത്തി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ക്ലോറോഫോം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനെ കുറിച്ച്? ജെയിംസ് സിംസൺ. അദ്ദേഹം വലിയ ഒരു കണ്ടുപിടുത്തമാണെന്ന് നേടിയത് ക്ലോറോഫോം. കാരണം ഓപ്പറേഷൻസ് എന്തെങ്കിലും നടത്തണമെങ്കിൽ മനുഷ്യനെ മയക്കണം, അതിന് ക്ലോറോഫോം വേണം. മനുഷ്യനെ മയക്കാനുള്ള വിദ്യ ക്ലോറോഫോം കണ്ടുപിടിച്ചു. ചിലർ അദ്ദേഹത്തെ പ്രശംസിച്ചു. അങ്ങ് ലോക സമൂഹത്തിന്, മനുഷ്യജാതിക്ക്, മാനവ സമുദായത്തിന് കൊടുത്ത സേവനം എത്രയോ അത്യുത്തമം, എത്ര പ്രശംസാർഹം. അദ്ദേഹം പറഞ്ഞു, ഞാൻ മനുഷ്യനെ മയക്കുന്ന ക്ലോറോഫോം കണ്ടുപിടിച്ചതല്ല എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. മനുഷ്യനെ മയക്കുന്ന ക്ലോറോഫോം കണ്ടുപിടിച്ചതല്ല എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. എന്നെ മയക്കിയ ക്രിസ്തുവിനെ കണ്ടെത്തിയതാണ് എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നെ മയക്കിയ ക്രിസ്തുവിനെ കണ്ടെത്തിയതാണ് എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ദൈവത്തിന് സ്തോത്രം. കാലങ്ങൾ മുന്നോട്ട് പോയി. അദ്ദേഹം മരണശയ്യയിൽ കിടക്കുകയാണ്, മരിക്കാറായി കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാർ പലരും അവിടെയുണ്ട്. പലരും ഉന്നതന്മാരായ ശാസ്ത്രജ്ഞന്മാരാണ്. ഈ സിംസൺ, ക്ലോറോഫോം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ, വളരെ ദൈവഭക്തിയുള്ള ഒരാളാണെന്ന് അവർക്കെല്ലാം അറിയാം. അദ്ദേഹം മരണത്തോടടുത്തപ്പോൾ ശാന്തമായി കിടക്കുകയാണ്. എങ്കിലും അങ്ങ് അവസാനിക്കുകയല്ലേ. സ്നേഹിതന്മാർക്കെല്ലാം ഒരു ദുഃഖം, ആളങ്ങ് തീരുകയാണല്ലോ. ഉടനെ അവരൊരാൾ അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഐ ബിലീവ് that you are going to be at the bosom of Jesus Christ. യേശുക്രിസ്തുവിൻ്റെ തിരുമാറിൽ വിശ്രമിക്കാൻ നീ ഇപ്പോൾ ചെല്ലുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താമസിയാതെ യേശുക്രിസ്തുവിൻ്റെ തിരുമാറിൽ നീ വിശ്രമിക്കുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഉടനെ സിംസൺ പയ്യെ പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ ക്യാൻ ഡു ദാറ്റ്. യേശുക്രിസ്തുവിൻ്റെ തിരുമാറിൽ വിശ്രമിക്കാൻ പറ്റുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. But I think I have a hold of his hem of his garment. അവൻ്റെ യേശുക്രിസ്തുവിൻ്റെ ആ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തിരുമാറിൽ അണയാമെന്നൊന്നും വാഞ്ചിക്കാനുള്ള അതിനുള്ള യോഗ്യത എനിക്കില്ല. എങ്കിലും ആ തിരുമാറിൽ തൊട്ടുകിടക്കുന്ന ആ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് പിടിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. ഐ ഹാവ് എ ഹോൾഡ് ഓഫ് ദ ഹെം ഓഫ് ഹിസ് ഗാർമെൻറ്റ്. എനിക്ക് അവൻ്റെ തിരുവസ്ത്രത്തിൻ്റെ ഒരറ്റത്ത് പിടിക്കാൻ ഒരു പിടി കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം.
പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് യേശുവിൻ്റെ ആ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടാനൊരു പിടി കിട്ടിയോ? അവൻ്റെ പാദം മൊത്താനൊരു പിടി കിട്ടിയോ? അവൻ്റെ തിരുമാറിൽ അണയാനുള്ള ഒരു യോഗ്യത നിങ്ങൾ നേടിയോ? അവൻ്റെ തിരുസന്നിധാനത്തിൽ എത്താനുള്ള അതിനുള്ള വിശുദ്ധി നിങ്ങൾക്ക് സ്വന്തമാക്കിയോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ട ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി. ഞാൻ വൈകുന്നേരത്ത് ഉച്ചയ്ക്കും കാലത്തും സങ്കടം ബോധിപ്പിച്ച് കരയും. ഞാൻ അർദ്ധരാത്രി എഴുന്നേറ്റ് സ്തുതിക്കും, സ്തോത്രം ചെയ്യും. ഞാൻ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. യഹോവയിൽ ഞാൻ അവൻ്റെ വചനത്തിൽ ഞാൻ പുകഴും. മാത്രമല്ല, ദാവീദ് പിന്നെയും ചില തീരുമാനങ്ങൾ, ഡിസിഷൻസ് പറയുന്നുണ്ട്. ദാവീദ് 146 സങ്കീർത്തനത്തിൽ പിന്നെയും പറയുന്നുണ്ട്. 1-ാമത്തെ വാക്യം, ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. 2-ാം വാക്യം, 146 സങ്കീർത്തനം 2-ാം വാക്യം, ജീവനുള്ള അന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പാടുകയാണ്. ഉള്ള കാലത്തോളം ഞാൻ ദൈവത്തിന് കീർത്തനം ചെയ്യും. ആയുസ്സുള്ള കാലത്തോളം, ഈ മൂക്കിൽ ജീവശ്വാസമുള്ള കാലത്തോളം ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഞാൻ ദൈവത്തിന് കീർത്തനം പാടും. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കയറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ഈ സ്തുതി ഇടപെടാതെ കയറ്റുവാനുള്ള യോഗ്യത സമ്പാദിച്ചിട്ടുണ്ടോ? ആ സ്തുതി നമ്മുടെ സ്വത്തായി നമുക്ക് കിട്ടിയിട്ടുണ്ടോ? സ്തുതി നമ്മുടെ അവകാശമായി നാം പ്രാപിച്ചിട്ടുണ്ടോ? സ്തോത്രം നമ്മുടെ മൂലധനമായി നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഭയത്തോടുകൂടി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാണ് എന്ന് പറഞ്ഞാൽ മതിയോ? അത് യുക്തവും ന്യായവുമാണെന്ന് അനുഭവിക്കേണ്ടായോ? ദൈവത്തിന് സ്തോത്രം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാണ് എന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിക്കും. സഹോദരങ്ങളെ, അങ്ങനെ പ്രഖ്യാപിച്ച് കാലം പൊക്കിയാൽ മതിയോ? നമുക്കൊന്ന് സ്തുതിക്കണ്ടേ? നമുക്കൊന്ന് സ്തോത്രം ചെയ്യണ്ടേ? അട്ടഹസിച്ച് പറയണമെന്ന് മധുഹായിൽ നിന്ന് കൽപ്പന. എന്താണ് കൽപ്പന? നാം അട്ടഹസിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവനും വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദി മുതൽ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. അട്ടഹസിച്ച് പറയേണ്ടതാണ്, ഉച്ചത്തിൽ പറയേണ്ടതാണ്. പയ്യെ പറഞ്ഞാൽ പോരെന്നാണ് മധുഹായിൽ നിന്നുള്ള കൽപ്പന. അനുസരിക്കണ്ടേ? സഹോദരങ്ങളെ, സ്തുതിയും നമ്മുടെ ജീവിതത്തെ സ്തോത്രവും നമ്മുടെ ജീവിതത്തിൻ്റെ തനതായ ഒരു ഭാഗമായി മാറണമെങ്കിൽ ഹൃദയത്തിൽ നന്ദി വരണം, ഹൃദയത്തിൽ സ്തോത്രം വരണം. 145 സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പാടി. 1-ാം വാക്യം മുതൽ, എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാളോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവൻ്റെ മഹിമ അഗോചരമത്രേ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പാടുകയാണ്, എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. മാത്രമല്ല, പിന്നെയും ദാവീദ് പറയുന്നു, 144 സങ്കീർത്തനം 9-ാം വാക്യം, ദൈവമേ, ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും, 10 കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. 10 കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവമക്കളെ, വീണയും കിന്നരവും എടുത്ത് സ്തുതിക്കാം. താടിപ്പീൻ താടിപ്പീൻ കരം ഇന്നാളിൽ എന്ന് പാടുക മാത്രമല്ല, കരം താടിച്ചുകൊണ്ട് കൈ കൊട്ടിക്കൊണ്ട് പാടാം. എല്ലാം പിതാക്കന്മാർ പറഞ്ഞ വിശ്വാസം തന്നെയാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വിശുദ്ധ പിതാക്കന്മാർ, പുണ്യപിതാക്കന്മാര് താടിപ്പീൻ താടിപ്പീൻ കരം ഇന്നാളിൽ എന്ന് അനുഗ്രഹീയമായ ജന്മപ്പെരുന്നാളിൻ്റെ പ്രദർശന വേളയിൽ പാടുന്നു. സഹോദരങ്ങളെ, നാം ഏറ്റുപാടുന്നു. കരം താടിപ്പീൻ എന്നാണ് പറഞ്ഞത്, കൈ കൊട്ടി ആർത്ത് പാടുവീൻ എന്നാണ് പറയുന്നത്. പിതാക്കന്മാരുടെ പ്രസ്താവനയാണ്, നിഷേധിക്കരുത്. ദൈവമക്കളെ, കാര്യം ഗൗരവമാണ്. പിതാക്കന്മാരുടെ ആ അറിയിപ്പ് നാം കൈക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. നോക്കൂ, ദൈവത്തെ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. പോരാ, പ്രാർത്ഥിക്കുമെന്ന് തീരുമാനിച്ചു, മാത്രമല്ല സ്തോത്രം ചെയ്യുമെന്ന് തീരുമാനിച്ചു, മാത്രമല്ല വചനത്തിൽ പുകഴുമെന്ന് തീരുമാനിച്ചു, വചനത്തിൽ പുകഴുക മാത്രമല്ല വചനം പ്രഖ്യാപിക്കുമെന്ന് തീരുമാനിച്ചു, വചനം മറ്റുള്ളവരെ അറിയിക്കുമെന്ന് ദാവീദ് തീരുമാനിച്ചു. 4 തരം ഡിസിഷൻസ്. 1, സമയാസമയങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. 2, നിരന്തരം ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യും. 3, ദൈവത്തിൻ്റെ വചനത്തിൽ പുകഴും, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുകയും വചനത്തിൽ ആനന്ദിക്കുകയും ചെയ്യും. വചനം ധ്യാനിക്കും,
തിരുവചനം ധ്യാനിക്കുകയും തിരുവചനത്തിൽ പുകഴുകയും ചെയ്യും. 4, ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കും. 145 സങ്കീർത്തനം 6-7 വാക്യങ്ങൾ. മനുഷ്യർ നിന്റെ ഭയങ്കര പ്രവൃത്തികളുടെ ബലം പ്രസ്താവിക്കും. ഞാൻ നിന്റെ മഹിമയെ വർണ്ണിക്കും. അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും. നിന്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കും. നീതിയെക്കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കും. മാത്രമല്ല 35 സങ്കീർത്തനം 18 വാക്യം, ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും. ബഹുജനത്തിന്റെ മധ്യേ നിന്നെ സ്തുതിക്കും. മഹാസഭയിൽ ദൈവത്തെ സ്തുതിക്കും. സഹോദരങ്ങളെ, ദാവീദിന്റെ സമർപ്പണം, ദാവീദിന്റെ തീരുമാനം, ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തു. സെലക്ഷൻ. ദാവീദ് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. ഡിസിഷൻ. എന്ത്? ഞാൻ പ്രാർത്ഥിക്കും. 2, ഞാൻ സ്തോത്രം ചെയ്യും. 3, ഞാൻ വചനം ധ്യാനിക്കും. 4, ഞാൻ വചനം പ്രഖ്യാപിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഡിസിഷൻസ് വരുന്നുണ്ടോ? എന്തെങ്കിലും തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ മുളയെടുത്ത് വരുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഓരോരുത്തർ ഇരിക്കുന്ന ഇരിപ്പിൽ അവിടെ ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുക്കാം. ദൈവത്തോട് ചില വാക്കുകൾ പറയാം. എൻ്റെ കർത്താവേ, സ്തോത്രയാഗം അർപ്പിക്കാനുള്ള യാഗപീഠത്തിന്റെ കല്ലുകൾ അകന്നു കിടക്കുന്നു. യാഗപീഠം ഉടഞ്ഞു പോയിരിക്കുന്നു. യാഗപീഠം തകർന്നിരിക്കുന്നു. പ്രാർത്ഥന മുടങ്ങിപ്പോയിരിക്കുന്നു. എൻ്റെ ദൈവത്തോടുള്ള ബന്ധം അറ്റുപോയിരിക്കുന്നു. കർത്താവേ, നന്ദി കുറഞ്ഞു പോയിരിക്കുന്നു. കർത്താവേ, ഞാനിതാ പുതിയ തീരുമാനമെടുക്കുന്നു. നന്ദിയില്ലാത്ത ജീവിതം, സ്നേഹമില്ലാത്ത ജീവിതം, ദൈവത്തോട് കടപ്പാടില്ലാത്ത ജീവിതം, ദൈവത്തിന്റെ വേല ചെയ്യാത്ത ജീവിതം, ഇതാ ഞാൻ തീരുമാനിക്കുന്നു. കർത്താവേ, നിനക്ക് ഞാൻ സ്തോത്രം അർപ്പിക്കും. ഞാൻ നിനക്ക് സ്തുതി അർപ്പിക്കും. ഞാൻ നന്ദിയോടെ ആഘോഷത്തോടെ കീർത്തനം പാടി 10 കമ്പിയുള്ള വീണ കൊണ്ടും കിന്നരം കൊണ്ടും ഞാൻ നിനക്ക് സ്തോത്രം പാടി ഞാൻ നിന്നെ ആരാധിക്കും. ആരാധനയുടെ സൗഖ്യം, ആരാധനയുടെ സൗകുമാര്യം, ആരാധനയുടെ സന്തോഷം. ആരെല്ലാം ഇപ്പോൾ ഈ തീരുമാനം എടുക്കുന്നുണ്ട്? ദൈവം നിങ്ങൾക്ക് ചെയ്ത നന്മകൾ ഓർത്ത് സ്തുതിക്കുമെന്നും ദൈവത്തിന്റെ വചനത്തിൽ പുകഴുമെന്നും ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുമെന്നും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ നിരതരായിരിക്കുമെന്നും ആരെല്ലാം തീരുമാനിക്കുന്നു? പുതിയ തീരുമാനങ്ങൾ എടുക്കുവീൻ, പുതിയ പ്രതിഷ്ഠകൾ എടുക്കുവീൻ, പുതിയ സമർപ്പണം എടുക്കുവീൻ. ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാകാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ അത്ഭുത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സത്യ തീരുമാനത്തിലേക്ക് ഞങ്ങൾ നടത്തുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവനുള്ള പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിൽ വ്യാപരിച്ച് പുതിയ പ്രതിഷ്ഠകളും പുതിയ തീരുമാനങ്ങളും പുതിയ ഉടമ്പടികളും എടുക്കുവാൻ ഞങ്ങൾ നിർബന്ധിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പുതിയ തീരുമാനങ്ങൾ ഹൃദയത്തിൽ നിറയണമേ. നാഥാ, നിന്നെ ആരാധിക്കുന്നവരായി, നിന്നെ വണങ്ങുന്നവരായി, നിന്നെ പ്രഖ്യാപിക്കുന്നവരായി, നിന്നെ വേല ചെയ്യുന്നവരായി, നിന്നെ സ്തുതിക്കുന്നവരായി, നിന്റെ തിരുവചനം പ്രമാണിക്കുന്നവരായി എല്ലാവരും നിന്റെ വഴിയിൽ ജീവിപ്പാൻ ഇടയാക്കണമേ. എല്ലാവരെയും വാഴ്ത്തണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ.